ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ. ആദ്യം ഞാൻ 2 ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി മുറിച്ച് കുക്കറിലോട്ട് വയ്ക്കുന്നുണ്ട്. അത് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വേവിക്കാം കേട്ടോ. ഉപ്പും കൂടി ഇട്ട് 2 വിസിലൊക്കെ മതിയാവും. അപ്പോഴേക്കും ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടും. എന്തേ കണ്ടോ, ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനത് ഒരു അരിപ്പയിലോട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റീൽ അരിപ്പ ഉണ്ടെങ്കിൽ അതിലോട്ട് മാറ്റി വയ്ക്കുക, വെള്ളം തോരാനായിട്ട്. ഓക്കെ, അത് ഒന്ന് ചൂടാറട്ടെ. അപ്പോൾ നമുക്ക് അതേ സെയിം കുക്കറിൽ തന്നെ ചിക്കനും കൂടി വേവിക്കാം കേട്ടോ. ചിക്കൻ ഞാനിവിടെ ബോൺലെസ് പീസ് അല്ല എടുത്തേക്കുന്നത്, എല്ലോട് കൂടിയ കഷ്ണം തന്നെയാണ് എടുത്തേക്കുന്നത്. ചിക്കനിലിട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാമേ. ചിക്കനിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നാലും കുറച്ചൊന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് അടുപ്പത്തോട്ട് വയ്ക്കാം. ഇതും ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിലൊക്കെ തന്നെ ധാരാളമാണ്. അപ്പോഴത്തേക്കും ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. നമുക്ക് പക്ഷേ ഇതിനകത്തോട് കുറച്ച് വെള്ളം കൂടി ഉണ്ടാവും. ചിക്കൻ്റെ വെള്ളം ഇതാ കണ്ടോ, ചിക്കൻ വെന്തപ്പോൾ അതിൽ നിന്ന് വെള്ളം ഊറി ഇറങ്ങിയിട്ടുണ്ട്. ആ വെള്ളം നമുക്ക് കുക്കർ തുറന്നിട്ട് തന്നെ തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. കാരണം ഈ വെള്ളം കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് പോവും. അപ്പോൾ ഇത് അതിലായിട്ട് തന്നെ പിടിക്കാനായിട്ട് ഒന്ന് കുക്കർ തുറന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇത് ഞാൻ നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇത് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാൻ ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് എടുത്ത് അത് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കുക. പൊട്ടറ്റോ സ്മാഷറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ഉടച്ചെടുക്കുന്നത് നന്നായിരിക്കും. തരികളൊന്നുമില്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം അത് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് ഞാൻ ചൂടാറാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ചൂടാറി കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് എല്ലോട് കൂടിയുള്ള പീസ് ആയതുകൊണ്ട് നമുക്കൊന്ന് എല്ലിൽ നിന്ന് മാറ്റിയെടുക്കാവേ. ഇത് ഞാൻ എല്ലാം എല്ലിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഒന്ന് ജസ്റ്റ് രണ്ട് തവണ ഒന്ന് ചതയ്ക്കുമ്പം തന്നെ അത് നന്നായിട്ട് പിരിഞ്ഞ് കിട്ടിക്കോളും കേട്ടോ. ഒരുപാടിട്ട് അരയ്ക്കരുത്, എനിക്കത് ഉണ്ട കെട്ടിപ്പോവും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇതേ കണ്ടോ, ഇങ്ങനെ നാര് പോലെ വരണം. ഒരുപാടിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ട കെട്ടിപ്പോവും. അങ്ങനെ വരാൻ പാടില്ല. അതിന് ശേഷം ആ ചിക്കനിലോട്ട് നമുക്ക് കുറച്ച് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ നാരങ്ങാനീര് ഇല്ലയെന്നുണ്ടെങ്കിൽ വിനീഗർ ആണെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ. വിനീഗർ അത് നാരങ്ങാനീര് ഒഴിച്ചതിന് ശേഷം കുറച്ചധികം മല്ലിയിലയും കൂടി ഇട്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിരുന്ന പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചു വയ്ക്കുക. അതേ കണ്ടോ, അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് ടൊമാറ്റോ സോസ് നമുക്ക് ഇത് നന്നായിട്ട് ഉരുളകളാക്കി എടുക്കേണ്ടതാണ്. ചീസ് ബോൾസ് അല്ലേ, അപ്പോൾ നന്നായിട്ട് ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് കുഴച്ച് നോക്കാം കൈകൊണ്ട്. നല്ല ഉരുളകളായി വരുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സോസ് ഒഴിച്ചു കൊടുക്കാവേ. ഇത് നന്നായിട്ട് ഞാൻ കുഴയ്ക്കുന്നുണ്ട് കണ്ടോ. ഇതിനിടയ്ക്ക് ഉരുളക്കിഴങ്ങ് തരിയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുക. ഒന്ന് കൈ കൊണ്ടൊന്ന് തിരുമ്മി ഇതാക്കി കൊടുക്കണം. അതിനുശേഷം ഞാൻ കുറച്ചുകൂടി കെച്ചപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്ത് നന്നായിട്ട് കണ്ടോ, നന്നായിട്ട് ഞാനിങ്ങനെ സ്റ്റിഫാക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചീസ് ബോൾസ് ഉണ്ടാക്കുമ്പോൾ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം. ഇതേ കണ്ടോ, ഞാൻ നല്ല ടൈറ്റായിട്ട് കുഴച്ച് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ടേ കണ്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് എടുക്കാം. ഞാൻ ഒരു 3-4 ബ്രെഡ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താണേ, അതെടുക്കാം. അതിനുശേഷം നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ആ മുട്ടയിലോട്ട് കുറച്ച് ഉപ്പ്, മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള വളരെ കുറച്ച് ഉപ്പേ ഒഴിക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി ചിക്കനിലൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ചീസ് ക്യൂബ് എടുക്കാം കേട്ടോ.
ചീസ് ക്യൂബ് നമ്മളിവിടെ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും ചീസ് ക്യൂബ്, അതാണ് ഞാൻ എടുത്തേക്കുന്നത്. എൻ്റെ ചീസ് ക്യൂബ് ഒരല്പം വലുതായതുകൊണ്ട്, നമ്മൾ കുഞ്ഞു ബോൾസ് ആണല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത്, അപ്പോൾ ചീസ് ക്യൂബ് അല്പം വലുതായതുകൊണ്ട് ഞാൻ അതിനെ 4ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്ത് എടുക്കുകയാണ്. എന്നിട്ട് ഞാൻ കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയതിന് ശേഷം, കാരണം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയതിന് ശേഷം ഇത് കാണുന്ന പോലെ, വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ഇത് ഉരുളകളാക്കി എടുക്കാൻ ശ്രമിക്കുക. കണ്ടോ, ആദ്യം ഒന്ന് പരത്തിയതിന് ശേഷം നടുക്കൊന്ന് കുഴിച്ച് വെച്ചിട്ട് ആ ചീസ് ക്യൂബ് അതിലോട്ട് വെച്ച് നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക, ഒന്ന് ബോളാക്കി എടുക്കുക. കാരണം നന്നായിട്ട് ബോളാക്കിയില്ലെന്നുണ്ടെങ്കിൽ ചീസ് ക്യൂബ് ഇൻ കേസ് വെളിയിൽ കാണുകയാണെങ്കിൽ ചീസ് പെട്ടെന്ന് തന്നെ മെൽറ്റായി നമ്മൾ ഉണ്ടാക്കുന്ന പാനിൻ്റെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ചീസ് ക്യൂബ് പുറത്ത് കാണാത്ത രീതിയിൽ നന്നായിട്ട് ഒന്ന് ഉരുളകളാക്കാൻ നോക്കുക. ഏകദേശം ഒരേ വലിപ്പത്തിൽ തന്നെ ഉരുളകളാക്കാൻ ശ്രമിക്കുക. കണ്ടോ, ഇത് ടൈറ്റായിട്ട് നമ്മൾ ഈ മിക്സ് കുഴച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും, നമ്മളെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. അങ്ങനെ ഞാൻ ഇവിടെ 3-4 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനെ കോട്ട് ചെയ്യാം. നമ്മൾ ആദ്യം നേരത്തെ ഉണ്ടാക്കി വെച്ച മുട്ടയുടെ മിക്സിലോട്ട് ചേർത്തതിന് ശേഷം അതിനെ ബ്രെഡ് ക്രംസിൽ മുക്കിയാണ് കോട്ട് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഞാൻ അതുപോലെ എല്ലാ ബോൾസും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഞാൻ എല്ലാ ബോൾസും, എനിക്ക് അത്രയും ചിക്കനിൽ നിന്ന് ഏകദേശം 11 ബോൾസോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനിത് രാവിലെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, പാത്രത്തിലാക്കി, ഒരു അടപ്പ് പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അതിനുശേഷം വൈകിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത്. ഒരു കടായി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഏത് ഓയിൽ ഒഴിച്ചാലും കുഴപ്പമില്ല. അതിനുശേഷം ഓരോ ബോൾസായിട്ട് വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടാവാൻ ശ്രദ്ധിക്കുക. ചൂടായതിന് ശേഷം ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഞെരുക്കി ഇടാതിരിക്കണേ, കാരണം പെട്ടെന്ന് ബോൾസ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ഇത്രയും ഓയിൽ ഉള്ളത് കൊണ്ട് 4 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓയിൽ കുറച്ചാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, 4 എണ്ണം ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇപ്പം നമുക്ക് അടിഭാഗം ഒരു വിധം ബ്രൗണായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അകത്തുള്ളിലുള്ള എല്ലാം നമുക്ക് വെന്ത സാധനങ്ങളാണ്. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട്, പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ ഇടരുത്, കാരണം ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. 2 ഭാഗവും ബ്രൗൺ കളർ ആയിട്ടുണ്ട്. 2 ഭാഗവും ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കൊന്ന് കോരി മാറ്റാം. കണ്ടോ, 2 ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇത്രയും സമയം വെച്ചിരുന്നത്. ഏകദേശം 5 to 6 മിനിറ്റ്സ് മാത്രമേ ഞാൻ കുക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ചിക്കനും ഇതും പൊട്ടാറ്റോ എല്ലാം വെന്തതാണ്. കണ്ടോ, അടുത്ത സെറ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ ബോൾസും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, ഞാൻ എല്ലാ ബോൾസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ചീസൊക്കെ അതിൽ നിന്ന് വിട്ട് വരുന്നുണ്ടോ, ചീസ് കണ്ടോ, വലിയുന്നുണ്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കെച്ചപ്പിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കണം, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് ഭയങ്കര സന്തോഷവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്